യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ഒരു ദിവസം കൂടി നമുക്കൊരുമിച്ചായിരിക്കാൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, ദൈവവചനം ശ്രവിക്കാൻ, ആ വചനം ധ്യാനിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമുക്ക് നൽകുന്ന ഈ വിലപ്പെട്ട സമയത്തെ, അവസരത്തെ എല്ലാം നന്ദിയോടെ ഓർക്കാം. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പലതരം വിഷമങ്ങളും വേദനകളും കഷ്ടതകളും ഒക്കെയുമായി കഴിയുന്നവരുണ്ട്. സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്. അല്പം സമാധാനം ലഭിച്ചിരുന്നെങ്കിലെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എത്ര നാളായി ഞാൻ സമാധാനത്തോടെ ആയിരുന്നിട്ട് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം ഈ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾ, ഈ വചനം സ്വീകരിക്കുന്നവർ, ഈ വചനത്തെ സ്നേഹിക്കുന്നവർ, ഈ വചനത്തിന് വേണ്ടി ഒരുങ്ങിയവർ, ഈ വചനം അയച്ചു കൊടുക്കുന്നവർ, ഷെയർ ചെയ്യുന്നവർ, എല്ലാവരെയും ഈ ഒരു ശുശ്രൂഷ നിമിഷത്തിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം സകല നന്മകളാലും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിലെ ദൈവം തൻ്റെ സർവ്വ നന്മകളാലും എന്നെയും നിങ്ങളെയും, നിങ്ങളുടെ പ്രാർത്ഥനാവശ്യങ്ങളെയും, കുടുംബത്തെയും, തലമുറകളെയും, ആരോഗ്യത്തെയും എല്ലാം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേൾക്കുന്ന ആ വചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. റോമാലേഖനം 16-ാം അധ്യായം 20-ാമത്തെ വാക്യം. റോമാലേഖനം 16:20. സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തുകളയും. അവിടെ ആദ്യത്തെ ആ വാക്ക് ശ്രദ്ധിച്ചോ? സമാധാനത്തിൻ്റെ ദൈവം. സമാധാനം. ഒരാളെന്നോട് ഒരിക്കൽ പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്, മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസം സമാധാനത്തോടെ ഒന്നായിരിക്കണമെന്ന്. അങ്ങനെ ഒരു ദിവസം എനിക്കുണ്ടാകുമോ എന്ന്. സമാധാനം അത് നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഒന്നല്ല. സമാധാനം അത് നൽകുന്നത് ദൈവമാണ്. സമാധാനത്തിൻ്റെ ദൈവം, സമാധാനത്തിൻ്റെ പ്രഭു, സമാധാനത്തിൻ്റെ രാജാവ്. യേശു ജനിച്ചപ്പോൾ മുഴങ്ങിക്കേട്ട ശബ്ദമാണ്, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇന്ന് ഒരുപാട് കുടുംബങ്ങളിൽ സമാധാനമില്ല. ഒരുപാട് വ്യക്തി ജീവിതങ്ങളിൽ സമാധാനമില്ല. ജോലിയിൽ സമാധാനമില്ല. ബന്ധങ്ങളിൽ സമാധാനമില്ല. ആ സമാധാനത്തിൻ്റെ ദൈവം എന്തിനാ പിശാചിനെ തകർത്തു കളയുന്നത്? അതായത് എൻ്റെയും നിങ്ങളുടെയും സമാധാനത്തെ കളയുന്നത് പിശാചാണ്. എൻ്റെയും നിങ്ങളുടെയും സമാധാനത്തെ, സ്വസ്ഥതയെ ഒക്കെ നശിപ്പിക്കുന്നത് പിശാചാണ്. അപ്പോൾ ദൈവവചനം പറയുക, നിന്റെ കുടുംബത്തിൽ സമാധാനമില്ലേ? സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം തരും. വ്യക്തി ജീവിതങ്ങളിൽ സമാധാനം തരും. സമാധാനം ഇല്ലാത്ത ഇടങ്ങളിൽ സമാധാനം കൊണ്ടുവന്ന് ആ സമാധാനത്തെ ദൈവം ഉറപ്പിക്കും. അതിനുവേണ്ടി ദൈവം ഒരുക്കിയതാ ഈ ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷ. സമാധാനം രോഗമാണ് ശരീരത്ത്. അതുകൊണ്ട് സമാധാനമില്ലാതെ കഴിയുന്നവരുണ്ട്. സാമ്പത്തികത്തിൻ്റെ പേരിൽ ഒരുപാട് വേദന അനുഭവിക്കുന്നു, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു, പലരാലും അവഗണിക്കപ്പെടുന്നു. 100 കാരണങ്ങളാൽ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്. നിങ്ങളുടെ സമാധാനത്തെ കളയുന്നത് ആരാണ്? പിശാചാണ്. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, സമാധാനത്തിൻ്റെ ദൈവം ഉടനെ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തുകളയും. തിന്മയുടെ ആധിപത്യങ്ങൾ, പൈശാചിക ആധിപത്യങ്ങൾ, അന്ധകാര സ്വാധീനങ്ങളാണ് സമാധാനത്തെ കളയുന്നത്. എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെയാണല്ലോ, എൻ്റെ ജീവിത പങ്കാളി ഈ ഒരു സ്വഭാവമാണല്ലോ, അതെൻ്റെ സമാധാനത്തെ കളയുവാണല്ലോ. ആ അവസ്ഥയ്ക്ക് മാറ്റം വരും. എന്നിട്ട് നിങ്ങളുടെ കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാകാൻ തുടങ്ങും. സമാധാനം. നിങ്ങളൊന്ന് പറഞ്ഞേ, ക്രിസ്തുവിൻ്റെ സമാധാനം എന്നിൽ നിറയണമേ. ക്രിസ്തുവിൻ്റെ സമാധാനം എൻ്റെ കുടുംബത്തിൽ നിറയണമേ. കർത്താവ് എല്ലാ ദിവസങ്ങളിലും
ദൈവം നൽകുന്ന സമാധാനവും സ്വസ്ഥതയും സന്തോഷവും അനുഭവിക്കാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും ഭാഗ്യം തരണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ അസ്വസ്ഥതകളുണ്ട്, ടെൻഷനുണ്ട്, നിരാശയുണ്ട്, കുറ്റബോധമുണ്ട്, വഴക്കുണ്ട്, എതിർപ്പുകളുണ്ട്, ഇഷ്ടക്കേടുകളുണ്ട്. അതെല്ലാം അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികളെ അകറ്റി സമാധാനം ഉറപ്പിക്കണമേ, സമാധാനം നൽകണമേ. നിങ്ങളുടെ ഓരോ മുറികളിലും സമാധാനം നിറയട്ടെ. ശിരസ് മുതൽ പാദം വരെ ദൈവികമായ ഒരു സമാധാനം നിറയട്ടെ. ദൈവികമായ സമാധാനം നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിറയട്ടെ. നിങ്ങളുടെ വരുമാന മാർഗങ്ങളിൽ, സാമ്പത്തിക ഇടപാടുകളിലൊക്കെയും ദൈവികമായൊരു സമാധാനം വേണം. പിശാച് എപ്പോഴും ശ്രമിക്കുന്നത് നമ്മുടെ സ്വസ്ഥതയെ നശിപ്പിക്കാനാ, സമാധാനത്തെ ഇല്ലാതാക്കാനാ. എന്നിട്ട് നമ്മളെ ഈ എരുതിയിൽ എണ്ണ ഒഴിക്കാന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിനകത്ത് പലതും ഒഴിച്ച്, പലതും നൽകി, പല അസ്വസ്ഥത നൽകി, ടെൻഷൻ നൽകി, സംശയം നൽകി, ഇഷ്ടക്കേട് നൽകി, പിണക്കം നൽകി, വഴക്കുണ്ടാക്കിച്ച് നമ്മുടെ സ്വൈര്യ ജീവിതത്തെ, സ്വസ്ഥതയെ, സമാധാനത്തെ കളയും. അപ്പോൾ നമ്മൾ എന്തു ചെയ്യണമെന്നറിയാമോ? കർത്താവേ, സമാധാനത്തിൻ്റെ ദൈവമേ എൻ്റെ ഉള്ളിൽ വസിക്കണമേ, സമാധാനത്തിൻ്റെ ദൈവമേ എൻ്റെ കുടുംബത്തിൽ വസിക്കണമേ എന്ന് ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്ക്. സമാധാന പ്രഭു, സമാധാനത്തിൻ്റെ രാജാവ്, സമാധാനത്തിൻ്റെ ദൈവം എന്നിലും നിങ്ങളിലും വസിക്കാൻ തുടങ്ങും. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ എന്തെന്നില്ലാത്തൊരു സമാധാനം നിറയട്ടെ. നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ ഒരു ശാന്തതയും സ്വസ്ഥതയും നിറയട്ടെ. സമാധാനം ഇല്ലാത്ത മനസ്സാണ് തെറ്റായ തീരുമാനമെടുക്കുക. സമാധാനമില്ലാതിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ തെറ്റായ തീരുമാനങ്ങൾ, തെറ്റായ ചിന്തകളൊക്കെ നമ്മളെ കുഴപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിനകത്ത് സമാധാനത്തിൻ്റെ ദൈവം വരുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ സമാധാനം നിറയാൻ തുടങ്ങും. സമാധാനം ആ വാക്കിൽ തന്നെ എന്തൊരു സമാധാനമാണ്, ആ വാക്കിൽ തന്നെ എന്തൊരു ആശ്വാസമാണ്. പല പ്രാവശ്യവും കേൾക്കാൻ കൊതിക്കുന്നൊരു വാക്കല്ലേ സമാധാനം. വിശുദ്ധ കുർബാനയിൽ എത്ര പ്രാവശ്യമാണ് പറയുന്നത് സമാധാനം നിങ്ങളോടുകൂടെ, സമാധാനം, സന്തോഷം, സ്വസ്ഥത. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ബോംബെയിൽ കൺവെൻഷൻ നടക്കുകയാണ്. ബോംബെ കല്യാൺ രൂപത കൺവെൻഷനാണ്. വൈകുന്നേരം 5 മണി മുതൽ 9-9:30 വരെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ആ ദേശത്തുള്ളവർ അറിയിപ്പായി കാണുക. ഇന്നും നാളെയും ശനിയും ഞായറും ബോംബെ കല്യാൺ രൂപത കൺവെൻഷനാണ്. പ്രാർത്ഥിക്കുമല്ലോ. ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നും പ്രത്യേകം പ്രാർത്ഥിച്ചൊരു വിഷയമാണ് സമാധാനം. കർത്താവ് അതെൻ്റെ വ്യക്തി ജീവിതത്തിൽ തരണമെന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ കുടുംബത്തിനകത്ത് അത് വരണമെന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ ഇടപാടുകളിൽ അത് വരണമെന്ന് പ്രാർത്ഥിച്ച്, ആവശ്യമില്ലാത്ത എല്ലാ വഴക്കുകളും, അസ്വസ്ഥതകളും, എതിർപ്പുകളും, പിണക്കങ്ങളും, വാശി, വൈരാഗ്യ സകലതും മാറി സമാധാനം നിറയട്ടെ. ഇതാ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം നൽകുന്ന സമാധാനത്തെ ദൈവം ഒരുക്കുന്നു. നിങ്ങളുടെ ഓരോ മുറികളിലും സമാധാനം നിറയുന്നു. നിങ്ങളുടെ ചിന്തയിൽ, ബുദ്ധിയിൽ, ആലോചനയിൽ, ശരീരത്തിൽ ദൈവികമായ സമാധാനം ഇതാ നിറയുന്നു. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ടെൻഷനോ ആകുലതയോ വേണ്ട. ദൈവം നൽകുന്ന സമാധാനമുണ്ട്. ഇതാ നിങ്ങളിൽ അത് വസിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ സമാധാനം നിറയുന്നു. നിങ്ങളിൽ ദൈവികമായ സമാധാനം നിറയുന്നു. പിശാചിനെ കാൽക്കീഴിലാക്കി തകർത്തു കളയുന്നു. അതുവഴി സമാധാന പ്രഭുവായ ദൈവം വസിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം, സമാധാന പ്രഭു, സമാധാനത്തിൻ്റെ രാജാവ് അത് നിങ്ങളിൽ വസിക്കുന്നു. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകമായി സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും തരണമേ. സന്തോഷവും സമാധാനവും തരണമേ. ദീർഘായുസ്സും ആരോഗ്യവും തരണമേ. സാമ്പത്തികമായ ഭദ്രത തരണമേ. ഉയർന്ന വിദ്യാഭ്യാസം തരണമേ. നല്ല സ്വഭാവം നൽകി അനുഗ്രഹിക്കണമേ. നല്ല കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കണമേ. നല്ല ശുശ്രൂഷകൾ നൽകി അനുഗ്രഹിക്കണമേ. നല്ല വാഹനം നൽകി അനുഗ്രഹിക്കണമേ. നല്ല ഭവനം നൽകി അനുഗ്രഹിക്കണമേ. നല്ല ജോലി തന്ന് അനുഗ്രഹിക്കണമേ. സ്വസ്ഥത നൽകി അനുഗ്രഹിക്കണമേ. കുടുംബജീവിതത്തിൽ സമാധാനം നൽകി അനുഗ്രഹിക്കണമേ. മക്കളെ വളർത്തുന്ന കാര്യത്തിൽ സമാധാനം നൽകി അനുഗ്രഹിക്കണമേ. എല്ലാ അർത്ഥത്തിലും ദൈവികമായ സമാധാനം നിങ്ങളിൽ നിറയട്ടെ. ഈശോയുടെ നാമത്തിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേട്ട വചനമാണ് സമാധാനത്തിൻ്റെ ദൈവം, സമാധാനത്തിൻ്റെ പ്രഭു, സമാധാനത്തിൻ്റെ രാജാവ്. സമാധാനം
അത് നിങ്ങളിൽ ഉണ്ടാകട്ടെ. പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നാളെയും 5:30 നമുക്ക് ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം സകല നന്മകളാലും നമ്മളെ അനുഗ്രഹിക്കട്ടെ. കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ നമ്മെ പരിപാലിക്കട്ടെ. നാളെയും 5:30 കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ. ആമേൻ.